الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه أجمعين ما بعد اتقوا الله عباد الله ولا عاقبة للمتقين. ഏറ്റവും പ്രിയപ്പെട്ട സത്യവിശ്വാസികളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കുല്ലു അമൽ ഇബ്ൻ ആദം യുദാഅഫ്. ആദം സന്തതിയുടെ എല്ലാ സൽക്കർമ്മങ്ങളും പ്രതിഫലത്തിന്റെ കാര്യത്തിൽ ഇരട്ടിപ്പിക്കപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം ഇരട്ടിയാക്കി നൽകുന്നു. നമ്മൾ ചെയ്യുന്ന അമലുകൾ അതിന്റെ പ്രതിഫലം എത്രയാണോ അതിന്റെ പ്രതിഫലം അതിന്റെ പല മടങ്ങുകളാക്കി അല്ലാഹു നൽകുന്നു. അൽ ഹസനത്തു ബിഅശ്രി അംസാലിഹ. നന്മകൾക്ക് ഏറ്റവും ചുരുങ്ങിയത് 10 ഇരട്ടിയാണ്. ഇലാ 700 വഅഫ്. പരമാവധി 700 ഇരട്ടി വരെയായി അത് മാറും. എന്നിട്ടോ ഇല്ല സൗം, എന്നാൽ നോമ്പാണെങ്കിലോ അതങ്ങനെയല്ല. അങ്ങനെയല്ല എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് 700 ഇരട്ടിയിലും അത് നിൽക്കില്ല, അതിനപ്പുറത്തേക്കും അത് പോകും. അതെത്രയാണെന്ന് നമുക്കറിയില്ല. ഫഇന്നഹു ലി, അല്ലാഹു പറയുന്നു, ഇല്ല സൗം, നോമ്പൊഴികെ, ഫഇന്നഹു ലി, അതെനിക്കുള്ളതാണ്, അള്ളാഹുവിനുള്ളതാണ് എന്ന് അള്ളാഹു ചേർത്ത് പറഞ്ഞ ഒരു അമലാണ് നോമ്പ്. അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ഒരടിമ ഭക്ഷണവും പാനീയവും വികാര വിചാരങ്ങളും ഒഴിവാക്കി അള്ളാഹുവിനെ സ്വയം സമർപ്പിച്ച് കൊണ്ട് ചെയ്യുന്ന ഇബാദത്താണ് നോമ്പ്. അതുകൊണ്ട് തന്നെ അള്ളാഹു അത് അവനിലേക്ക് ചേർത്ത് പറഞ്ഞിരിക്കുന്നു, വഅന ഉജ്സി ബിഹി, ഞാനാണ് അതിന് പ്രതിഫലം നൽകുക. എല്ലാ അമലുകൾക്കും അള്ളാഹു തന്നെയാണ് പ്രതിഫലം നൽകേണ്ടത്. പക്ഷേ നോമ്പിനെ അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞു, യദഉ ശഹവതഹു വതആമഹു മിൻ അജ്ലി, എന്റെ അടിമ അവന്റെ ദേഹേച്ഛകളും ഭക്ഷണവും എല്ലാം എനിക്ക് വേണ്ടിയിട്ടാണ് ഒഴിവാക്കുന്നത്. വലിസ്വാഇമി ഫർഹതാൻ, നോമ്പുകാരന് 2 സന്തോഷങ്ങളുണ്ട്. ഫർഹതുൻ ഇൻദ ഫിത്രിഹി വഫർഹതുൻ ഇൻദ ലിഖാഇ റബ്ബിഹി. നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരു സന്തോഷം, അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സമയത്ത് ആ നോമ്പിന്റെ പേരിൽ നമുക്കൊരു സന്തോഷം ഉണ്ടാകുന്നതാണ്. സഹോദരങ്ങളെ, നമ്മളുടെ നോമ്പ് അത് ശരിയായ രീതിയിലായി തീരേണ്ടതുണ്ട്. നോമ്പ് കേവലം ഭക്ഷണവും പാനീയങ്ങളും മാത്രം ഉപേക്ഷിക്കലല്ല എന്ന് നമുക്കറിയാം. നോമ്പിന് അതിൻ്റെതായിട്ടുള്ള ചിട്ടകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഏതൊരാൾ ഫജ്റിന് മുമ്പായി മനസ്സിൽ നിയത്തിൽ ഉറപ്പിച്ചിട്ടില്ലെങ്കിൽ അയാൾക്ക് നോമ്പില്ല എന്നാണ്. സുന്നത്ത് നോമ്പുകളെ പോലെയല്ല ഫർദ് നോമ്പ്. സുന്നത്ത് നോമ്പിനെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും നിയത്ത് കരുതാം. നമുക്ക് കാണാൻ സാധിക്കും, ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫജ്ർ നമസ്കാരം കഴിഞ്ഞ് ചെല്ലുമ്പോൾ ചോദിക്കും, ഇന്ന് എന്താണ് ഭക്ഷണം, എന്തെങ്കിലും ഉണ്ടോ? ആയിഷ ബീവി പറയും, ഒന്നുമില്ല. എങ്കിൽ എനിക്കിന്ന് നോമ്പാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി നമ്മൾ കേട്ടിട്ടുണ്ട്. അതിന്റെ അർത്ഥം സുന്നത്ത് നോമ്പുകൾക്ക് നമ്മൾ ഫജ്റിന് ശേഷം ഒന്നും ഭക്ഷിച്ചിട്ടോ കുടിച്ചിട്ടോ ഇല്ലെങ്കിൽ, ഫജ്റിന് ശേഷം നമ്മൾ ഭക്ഷണമോ വെള്ളമോ ഒന്നും കഴിച്ചിട്ടില്ലെങ്കിൽ അതിന് ശേഷവും നമുക്ക് എന്ത് ചെയ്യാം? നോമ്പിനെ നിയത്ത് വെക്കാം. സുന്നത്ത് നോമ്പിന്റെ കാര്യത്തിൽ അങ്ങനെ സാധിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഫർദ് നോമ്പിന്റെ വിഷയത്തിൽ നമ്മളുടെ മനസ്സിൽ നിയത്തുണ്ടായിരിക്കൽ നിർബന്ധമാണ്. ഫജ്ർ നമസ്കാരത്തിന് മുമ്പ് എങ്കിൽ പോലും നിയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ചില ആളുകൾ മനസ്സിലാക്കിയതുപോലെ നാവ് കൊണ്ട് പറയലല്ല, അത് മനസ്സിൽ ഉറപ്പിക്കലാണ്. തലഫ്ഫുൻ നിയ്യത്തി ബിദ്അത്ത് എന്ന് ഉലമാക്കൾ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. നിയ്യത്ത് ലഫ്വാക്കി പറയൽ, നിയ്യത്ത് പദങ്ങളാക്കി പറയൽ, നാവ് കൊണ്ട് പറയൽ ബിദ്അത്താണ്. അത് മനസ്സിലുണ്ടാകേണ്ടതാണ്. നിയ്യത്ത് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം തന്നെ അതാണ്, ദേഷ്യമെന്നാണ്. ദേഷ്യം നമ്മളാരും പറഞ്ഞെടുക്കാറില്ല, അത് മനസ്സിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ സുബഹി നമസ്കാരത്തിന് മുമ്പ് നമ്മളുടെ മനസ്സിൽ നിയ്യത്ത് ഉണ്ടായിരിക്കണം. അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി അവന്റെ കൽപ്പന ശിരസ വഹിച്ചുകൊണ്ട് അവന്റെ മാർഗത്തിൽ ഞാൻ നോമ്പെടുക്കുകയാണ്, ഫർദ് നോമ്പ് അനുഷ്ഠിക്കുകയാണെന്ന് മനസ്സിൽ കരുതുക. എല്ലാ ദിവസവും, ഓരോ ദിവസവും സുബഹി നമസ്കാരത്തിന് മുമ്പ് നമ്മളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു നിയ്യത്ത് ഉണ്ടായിരിക്കണം. എന്നാലാണ് നമ്മളുടെ നോമ്പ് ശരിയാവുക. അല്ലെങ്കിൽ നോമ്പ് ഇല്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അത് വളരെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ സഹറിന്റെ കാര്യം, അത്താഴം നിങ്ങൾ കഴിക്കണം, അതിൽ ബറക്കത്തുണ്ട്. ബറക്കത്തുണ്ടെന്ന് മാത്രമല്ല, യഹൂദ നസ്വാറാക്കളുടെ നോമ്പും നമ്മളുടെ നോമ്പും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസമായി
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഏതു കാര്യത്തിലും യഹൂദ നസാറാക്കളോട് എതിരാകാനാണ് ഇസ്ലാം കൽപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കി ആ രീതിയിൽ തന്നെ ആ അത്താഴത്തിനെ നമ്മൾ കാണണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്താഴത്തിനും ബാങ്കിനും സുബഹി ബാങ്കിനുമിടയിൽ 50 ആയത്ത് ഓതാനുള്ള സമയം ഉണ്ടാകുന്ന 50 ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതുന്നത് എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത്രയും സമയം അത്താഴത്തിനും ഫജ്റിനും ഇടയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വ്യത്യാസം ബാങ്കിന്റെ തൊട്ട് മുമ്പ് തീർക്കുന്ന രീതിയിൽ ആകരുത് നമ്മളുടെ അത്താഴം. അതുകൊണ്ട് തന്നെയാണ് പല ഫിത്നകൾ ഉണ്ടാകുന്നത്. പലയിടത്തും ബാങ്ക് നേരത്തെ കൊടുക്കും, ചിലയിടത്ത് വൈകി കൊടുക്കും. അത് അങ്ങനെ ഒരു പ്രശ്നം നമുക്ക് ഉണ്ടാകേണ്ടതില്ല. യഥാർത്ഥത്തിൽ ബാങ്കിന് ഒരു 10-15 മിനിറ്റ് മുമ്പെങ്കിലും നമ്മളുടെ അത്താഴം തീർന്നിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് നമ്മൾ അനുധാവനം ചെയ്യുകയാണെങ്കിൽ ഈ രീതിയിൽ നോമ്പിനെ ആ രീതിയിൽ തന്നെ നമ്മൾ വരവേൽക്കുക. എല്ലാ കാര്യങ്ങളും പരമാവധി സുന്നത്തനുസരിച്ച് ദീൻ അനുശാസിക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്യുക. അല്ലാഹുവിന്റെ അടുക്കലേക്ക് തൃപ്തികരമായ അമലുകളായി തീരുവാൻ അത് അനിവാര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ശരിയായ രീതിയിൽ അമലുകൾ ചെയ്യുവാനും പഠിക്കുവാനും മനസ്സിലാക്കുവാനും എല്ലാം ഉള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.